ഗവർണർക്കെതിരെ രാഷ്ട്രീയ പോര് കടുപ്പിച്ച് CPM. CRPF വന്നതുകൊണ്ട് പ്രതിഷേധം അവസാനിക്കില്ലെന്നും സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുന്നത് 356 വകുപ്പ് പ്രയോഗിക്കാനാവില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഗവർണർ സർക്കാരിനെതിരെ പട നയിക്കുന്നുവെന്ന് തോമസ് ഐസക്കും വിമർശിച്ചു. ചന്തു ചന്ദ്രശേഖരനുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനായി. ചന്തു, എന്തായാലും രാഷ്ട്രീയ കരുനീക്കങ്ങൾ സജീവമാക്കുക തന്നെയാണ് ഗവർണർക്കെതിരെ നിലപാടുകൾ കടുപ്പിച്ചിരിക്കുന്നു CPM സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നതും അതുതന്നെയല്ലേ? ഇതിന് തുടക്കം കുറിച്ചത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു. അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുഖ്യമന്ത്രി വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഗവർണർക്കെതിരെയും CRPFന് സുരക്ഷ കൈമാറിയതുമായി ബന്ധപ്പെട്ട് ആദ്യം മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചു തുടങ്ങിയത്. CRPF വന്നതുകൊണ്ട് എന്താൽ കേസെടുക്കാൻ CRPFന് കഴിയുമോ എന്ന തരത്തിലൊക്കെ മുഖ്യമന്ത്രി തന്നെ ഈ വിമർശന ശരങ്ങൾക്ക് ഇന്നലെ മൂർച്ച കൂട്ടിയിരുന്നു. അതിന്റെ തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ CPM നേതാക്കൾ ഇത് ഏറ്റെടുത്ത് ഗവർണർക്കെതിരെ ഇത്തരത്തിൽ വിമർശനം ശക്തമാക്കുന്നത്. എന്തായാലും CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഈ 3 ദിവസങ്ങളിൽ ഇവിടെ ചേരുന്നുണ്ട്. അപ്പോൾ CPM നേതാക്കളെല്ലാം ഇവിടെ തന്നെയുണ്ട്. അവർ ഗവർണർക്കെതിരെ കൂടുതൽ വിമർശനങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഗവർണർ ഇനി മറ്റൊരു തരത്തിലേക്ക് നീങ്ങിയാൽ അതിനെ വിമർശനം കൊണ്ട് തന്നെ നേരിടാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന തരത്തിലുള്ള ആലോചനകളിലേക്കൊക്കെ കടക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ നന്ദിപ്രമേയ ചർച്ച നിയമസഭയിൽ തുടങ്ങുകയാണ്. ഈ നന്ദിപ്രമേയ ചർച്ചയിലും ഗവർണർക്കെതിരായ വിമർശനങ്ങൾ തന്നെയാകും കൂടുതലും ഭരണപക്ഷത്തു നിന്നും ഭരണപക്ഷ MLA-മാർ ഉന്നയിക്കാനുള്ള സാധ്യത. അപ്പോൾ വിമർശനങ്ങളുടെ ശരങ്ങൾ കൂടുതൽ ഗവർണർക്കെതിരെ കൂടുതൽ വേഗത്തിൽ തന്നെ ചെയ്യുക, അതുവഴി ഗവർണറെ വിമർശനത്തിൽ ഒതുക്കി നിർത്താൻ കഴിയുമോ എന്ന് പരീക്ഷിക്കുക. ഈ ഒരു തന്ത്രമാണ് ഇപ്പോൾ CPM പയറ്റുന്നതെന്ന് വേണം കരുതാൻ. എന്തായാലും Z+ സുരക്ഷയോടെ ഡൽഹിയിൽ നിന്നും ഗവർണർ സംസ്ഥാനത്തേക്ക് മടങ്ങിയെത്തുമ്പോൾ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഗവർണറെ ഏത് തരത്തിൽ സ്വാധീനിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഗവർണർക്ക് ഉണ്ടാക്കാൻ കഴിയുമോ, ഗവർണർ നിലപാട് മാറ്റുമോ എന്നത് നോക്കിക്കാണേണ്ടതുണ്ട്. പ്രധാനമായും SFI പ്രതിഷേധം കടുപ്പിക്കും, ഈ CRPF വന്നാലും പ്രതിഷേധം കടുപ്പിക്കുമെന്ന തരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ ഉണ്ട്. അതുമാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിൽ തന്നെ പലയിടത്തും അത്തരത്തിൽ സൂചനകൾ നൽകുന്ന ബാനറുകളും SFI ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ SFIയുടെ പ്രതിഷേധം ഇനി ഏത് രീതിയിലായിരിക്കും? SFI വീണ്ടും പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമോ? അങ്ങനെയെങ്കിൽ ഗവർണറുടെ നിലപാട് എന്തായിരിക്കും എന്ന തരത്തിലേക്കൊക്കെ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഗവർണർ എന്തായാലും നിലപാട് മയപ്പെടുത്തി എന്ന സാഹചര്യത്തിലേക്ക് പോകില്ല. കാരണം ആദ്യ സമയം മുതൽ ഗവർണർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയാണ് SFIക്കാരെ ഇത്തരത്തിൽ ഗവർണർക്കെതിരെ പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിൽ SFI ഗുണ്ടകളെ ഇറക്കി വിടുന്നത് എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഗവർണർ ആദ്യഘട്ടം മുതൽ ഉന്നയിക്കുന്നുണ്ട്. അതിന് ഗവർണറെ തിരിച്ചു വിമർശിക്കുക എന്ന തലത്തിലേക്ക് സർക്കാരും മുഖ്യമന്ത്രിയും അടക്കം നീങ്ങുന്നു. അത് CPM. അതായത് ചന്തു, ഇവിടെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ന്യായീകരിക്കാനേ ഇവർക്ക് കഴിയുള്ളൂ. കാരണം ഗവർണർക്ക് കനത്ത സുരക്ഷയാണ് കേന്ദ്രം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്നലെയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഈ ഗവർണറുടെ സുരക്ഷാ പാളിച്ചകൾ ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് DGPയോട് വിശദാംശങ്ങളൊക്കെ തേടി കേന്ദ്ര ആഭ്യന്തര വകുപ്പ്. അപ്പോൾ ഇതിലൊക്കെ ഒരു നാണക്കേട് സംസ്ഥാന പോലീസിനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും ഉണ്ടായിട്ടുണ്ട്. ആ നാണക്കേടൊക്കെ തന്നെ മറച്ചു വയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ MV ഗോവിന്ദനെ പോലെയുള്ളവർ ഇങ്ങനെയുള്ള രീതിയിലുള്ള സംസാരം അല്ലെങ്കിൽ പ്രതികരണമൊക്കെ തന്നെ കൊണ്ടുവരുന്നതും. തീർച്ചയായിട്ടും സർക്കാരിന് ഈ സുരക്ഷാ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ നാണക്കേടുണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സംസ്ഥാന പോലീസാണ് ഗവർണറുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിരുന്നത്. അതിൽ പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ അവർ നടത്തിയ അന്വേഷണത്തിൽ അല്ലെങ്കിൽ അവർ നടത്തിയ പരിശോധനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോഴും സംസ്ഥാന പോലീസിനെ വെള്ളപൂശുന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ടുകളാണ് DGPയും ക്രമസമാധാന ചുമതലയുള്ള ADGPയും ഒക്കെ നൽകിയിരുന്നത്. അതനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ കേന്ദ്രത്തിന് സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയുണ്ടാകുന്നു. നേരത്തെ തിരുവനന്തപുരത്തുണ്ടായതിന് സമാനമായ സംഭവം കൊല്ലത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടാകുന്നു. അപ്പോൾ കൊല്ലത്തെ ഈ സംഭവത്തിൽ ഗവർണർ ഇത്ര വലിയ ഒരു ഇവരുടെ പ്രതിഷേധത്തെ വെല്ലുന്ന തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് പോകുമെന്നും സംഗതികൾ ഈ തരത്തിലേക്ക് മാറിമറിയുമെന്നും ഒരിക്കലും സർക്കാർ പ്രതീക്ഷിച്ചിരുന്നില്ല. നേരത്തെ നയപ്രഖ്യാപന പ്രസംഗം ഒറ്റ മിനിറ്റിൽ ഒതുക്കി സർക്കാരിന് ഞെട്ടലുണ്ടാക്കിയ അതേ തരത്തിൽ തന്നെയാണ് ഗവർണർ ഇന്നലെ പ്രതിഷേധ സൂചകമായി റോഡിൽ കുത്തിയിരുന്ന് ഇത്തരത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയത്. സർക്കാർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല. ഉടൻ തന്നെ അദ്ദേഹം കേന്ദ്രവുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തിന്റെ സുരക്ഷാ കൈമാറ്റം നടക്കുകയും ചെയ്തു. സംസ്ഥാന പോലീസിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ സംബന്ധിച്ചും CPMനെ സംബന്ധിച്ചും ഒക്കെ അത് വലിയ നാണക്കേടും ഒക്കെ ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ നാണക്കേടിൽ നിന്നും കരകയറാൻ ആകെ പറയാനുള്ളത് ഗവർണർക്കെതിരായ വിമർശനമാണ്. ആ വിമർശനങ്ങളിൽ ആക്കം കൂട്ടുക എന്ന തരത്തിലേക്കാണ് CPMും സർക്കാരും നീങ്ങുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. വരും ദിവസങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഗവർണറുടെ നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിർണായകമാകും
എന്ന് പറഞ്ഞ മറ്റൊരു കാര്യം കൂടി നോക്കേണ്ടതുണ്ട്. ഗവർണർ ഇനി കൊച്ചിയിൽ 30-ാം തീയതി മടങ്ങിയെത്തും. അദ്ദേഹത്തിന് അവിടെ പരിപാടികൾ ഉണ്ടാകും. അതിനുശേഷം അദ്ദേഹം വീണ്ടും ഡൽഹിക്ക് പോകും. അതിനുശേഷം 8-ാം തീയതി ആയിരിക്കും വീണ്ടും തിരിച്ചു വരിക. തിരിച്ചു വരുന്ന ഗവർണർ Z+ സുരക്ഷയുടെ കവചത്തിലായിരിക്കും. അദ്ദേഹം പങ്കെടുക്കുന്ന പൊതുപരിപാടികൾ അത് എന്തായാലും നോക്കി കാണേണ്ടതുണ്ട്. ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ നോക്കി കാണേണ്ടതുണ്ട്. ഗവർണർ നിലപാട് കടുപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഇനി കൂടുതൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അങ്ങനെയെങ്കിൽ സർക്കാർ സമ്മർദ്ദത്തിലാകും, സർക്കാർ പ്രതിരോധത്തിലാകും. ഇത്തരം വിമർശനങ്ങൾ കൊണ്ട് മാത്രം നിലവിൽ സർക്കാരിനേറ്റ നാണക്കേട് മാറ്റാൻ കഴിയില്ല എന്ന വിലയിരുത്തലുകൾ സ്വാഭാവികമായുമുണ്ട്. ഈ തരത്തിലേക്ക് ഗവർണർ നിലപാട് കടുപ്പിക്കുന്ന തരത്തിലേക്ക് ഗവർണറെ കൊണ്ടുചെന്ന് എത്തിച്ച എന്ന ഉത്തരവാദിത്വം സർക്കാരിന് ഏറ്റെടുക്കാതിരിക്കാനും കഴിയില്ല. എന്തായാലും വിമർശനങ്ങളുടെ ആക്കം കൂട്ടുക, വിമർശന ശരങ്ങൾ കൂടുതൽ വേഗത്തിൽ കൂടുതൽ ആക്കത്തോടു കൂടി ചെയ്യുക എന്ന ഒരു സമീപനം തന്നെയായിരിക്കും CPM സ്വീകരിക്കുക. അത് വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, ചന്തുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.